ദേശീയപാത വികസനം നടക്കുന്ന കാസർഗോഡ് തെക്കിലിൽ കൃഷിയിടത്തിലേക്കുള്ള വഴി തടഞ്ഞതിന്റെ ദുരിതത്തിൽ കർഷകർ 6 ഏക്കർ കൃഷിയിടത്തിലേക്കുള്ള വഴി ഇല്ലാതായ കാര്യം ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തി നടപടികൾക്കായി കാത്തിരിക്കുകയാണ് കർഷകർ. ബേവിഞ്ച തെക്കിലിൽ ദേശീയപാത വികസന പ്രവൃത്തികളുടെ ഭാഗമായി സർവീസ് റോഡിന്റെ അടക്കം നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചതോടെയാണ് വർഷങ്ങളായി കൃഷി ചെയ്തു വരുന്ന 6 ഏക്കർ സ്ഥലത്തേക്കുള്ള വഴി ഇല്ലാതായത്. പാത വികസനത്തിന്റെ ഭാഗമായി കൃഷിയിടത്തിലേക്ക് നേരത്തെ പ്രവേശിച്ചിരുന്ന സ്ഥലത്ത് മണ്ണിട്ടുയർത്തി കോൺക്രീറ്റിംഗ് നടത്തിയതോടെ കൃഷിയിടത്തിലേക്ക് കർഷകർക്ക് ട്രാക്ടർ കൊണ്ടുപോകുന്നതിനും വിളവെടുത്ത പച്ചക്കറികൾ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുന്നതിനും മാർഗമില്ലാതായിരിക്കുകയാണ്. ചെങ്കള ഗ്രാമപഞ്ചായത്തിലെ 17-ാം വാർഡിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ സഹകരണത്തോടെ നടത്തുന്ന പച്ചക്കറി കൃഷിയാണ് ഈ കാണുന്നത്. 25 ദിവസം കഴിഞ്ഞാൽ 100 കിൻഡലോളം തണ്ണിമത്തൻ വിളവെടുക്കും. ഇത് തലച്ചുമടായി മാർക്കറ്റിലേക്കും റോഡരികിലേക്കും എത്തിക്കുക ഏറെ ദുരിതമാണ്. കാൽനടയായി പോകുന്നതിനുള്ള വഴി പോലും അടഞ്ഞിരിക്കുകയാണ്. വഴിയടഞ്ഞ കാര്യം ജില്ലാ കലക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ കർഷകർ ഉടൻ നടപടികൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ്. NH വികസനപരമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഇവിടെയുള്ള റോഡ് കട്ടായിട്ടാണുള്ളത്. കഴിഞ്ഞ 8-ാം തീയതി 9-ാം തീയതി കലക്ടർ ഉദ്ഘാടന പരിപാടിയിൽ അത് വിളവെടുക്കുമ്പോൾ ചെയ്തു തരാമെന്ന് അറിഞ്ഞിട്ടുണ്ട്. ഇതുവരെ അതിൻ്റെ പ്രവൃത്തി ചെയ്തതായിട്ട് കാണുന്നില്ല. അതിന് വേണ്ടിയുള്ളൊരു നടപടി സ്വീകരിക്കണമെന്ന് പ്രവേശനമുള്ള ഘട്ടമാണ്. ഏകദേശം ഒരു 100 ടണ്ണോളം പത്തൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത്. അത് ഫുള്ള് തലച്ചുമടായി എടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു സംഭവം കൂടിയാണ്. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണാൻ നിങ്ങൾ ട്രാക്ടർ വരാനും ഊതി വരയ്ക്കാനുള്ള എല്ലാ പ്രയാസങ്ങളും ഇതിലുണ്ട്. റോഡില്ലാതെ പ്രശ്നമാണ്. അതുകൊണ്ട് വെണ്ട, പയർ, ചോളം, കക്കിരി, വെള്ളരി, മത്തൻ തുടങ്ങിയവ വർഷങ്ങളായി വിളയിച്ചെടുക്കുന്ന കൃഷിയിടത്തിലേക്കുള്ള വഴിയാണ് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഇല്ലാതായിരിക്കുന്നത്. അമൃത ന്യൂസ്, കാസർഗോഡ്.